ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ്. നമ്മളെ വിഷു സദ്യ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ പാത്രത്തിൽ സൈഡിൽ കാണുന്നത് പായസമാണ്. നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബോക്സും 3 വാഴയിലയായിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അതിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ ഓരോന്നും ഓർഡറായിട്ട് പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് ബോക്സിലായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ ടോട്ടൽ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പായസമായിട്ട് പാലട പായസവും അതുപോലെ തന്നെ ചെറുപയർ പായസമാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ നമ്മളെ നെയ്യും പരിപ്പും കൂടി ഇട്ടിട്ടൊരു ഇതുണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ അവിയൽ, ഓലൻ, അതേപോലെ കാളൻ ഉണ്ടായിരുന്നു. പിന്നെ മെഴുക്ക് വരട്ടി എന്ന് ഞാൻ പച്ചപ്പയറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ പച്ചടി, അതേപോലെ കിച്ചടി, സാമ്പാർ, രസം, പിന്നെ മോരുണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, തോരൻ, പിന്നെ ബീട്രൂട്ട് പച്ചടി, എരിശ്ശേരി, പുളിശ്ശേരി, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളെ അച്ചാർ പറയാനായിട്ട് നാരങ്ങച്ചാറുണ്ടായിരുന്നു, മാങ്ങച്ചാറുണ്ടായിരുന്നു. അത്രയും കേട്ടോ അച്ചാറായിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പടം, പിന്നെ ശർക്കര വരട്ടി, അതേപോലെ തന്നെ ചെറുതായിട്ട് കൊത്തിയിട്ട നമ്മൾ ഉപ്പേരി ചെറിയ പീസായിട്ട് വരില്ലേ, അത്, ഒരു പഴം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓർഡറായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പിന്നെ നെയ്യ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ചെറിയതിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് പിന്നെ കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ ഇലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ടേസ്റ്റ് ആവറേജ് എന്നാ പറയാൻ പറ്റുള്ളൂ. എനിക്കത്ര വലിയ ഇഷ്ടമായില്ല. നമ്മൾ കഞ്ഞിക്കട എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. കുഴപ്പമില്ല, വലിയ രസമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാത്രയുള്ളൂ. എന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രസം എന്തായാലും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ. കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ വിഷുവായിട്ട് ഞങ്ങളങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ 2 ബോക്സാണ് കേട്ടോ വാങ്ങിയത്. 2 ബോക്സ് നമുക്ക് 3 പേർക്ക് ധാരാളമായിരുന്നു. കറിയൊക്കെ ബാലൻസ് വന്നു. ഞാൻ പറഞ്ഞില്ലേ, കറി ബാലൻസ് വന്നു. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പാക്ക് ചെയ്ത് കൊണ്ടുവന്നതല്ലേ. കുറച്ച് കിട്ടുക. ചിലതൊന്നും നമുക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് കൂട്ടാൻ പറ്റാത്ത ചിലതൊക്കെ തീരെ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് പറയാലോ. പിന്നെ ഇതിനടുത്ത ബോക്സ് കേട്ടോ, അങ്ങനെ 2 ബോക്സാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞ് സദ്യ എങ്ങനെയായിരുന്നു, നമുക്കിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം. പിന്നെ നമ്മൾ അധികം അത്ര പേരതൊന്നും കഴിക്കുകയില്ലല്ലോ. അപ്പോൾ എന്തായാലും ബാലൻസ് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒതുക്കിയത് കേട്ടോ. ഇതാണ് അവിടുത്തെ പുറത്തെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.